നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ചിക്കൻ അതാ പറയൂ രിജു താങ്കളുടെ വകയായിക്കോട്ടെ. ഓറഞ്ച് ആപ്പിൾ വായിലായതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിച്ചുകൊണ്ട് അത് തൽക്കാലം ഒരു ബ്രേക്ക്. ബാക്കി പറയൂ റിജു പറയൂ. നേരത്തെ നമ്മുടെ പെരിന്തൽമണ്ണക്കാരൻ മുഹമ്മദ് മസാല ഇട്ട് തൈരിൽ കുഴച്ച് വെച്ച് തയ്യാറാക്കിയ 20 മിനിറ്റ് തയ്യാറാക്കി വെച്ച കോഴിയെ എടുത്ത് എണ്ണയിൽ നീന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെമി ഫ്രൈ മാത്രമേ ആവത്തുള്ളൂ. ഒരു മുക്കാൽ വേവുക പൊരിയ. ബാക്കി നമ്മൾ ദം ബിരിയാണിയുടെ അകത്തിടുമ്പോൾ പൊരിയുന്നതായിരിക്കും. ദമ്മ് കാരണം രണ്ട് പാനിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നൂറ് പൊരിയോട്ടെ. നമുക്കത് പോരെ മുക്കാലൊക്കായി കരിയരുത്. അതിനെ ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് കുക്ക് ഇഷാം ഹൈദർ ഈ മസാല പുരട്ടി വെച്ച ചെമ്മീൻ ഫ്രൈഡേ അതാ ഫ്രിഡ്ജിൽ. ഓക്കെ, മോമുക്കാക്ക് എന്തോ പറയാനുണ്ട്, പറയൂ മോമുക്ക. നമ്മള് ദമ്മിലിടാൻ പോകുന്ന പാത്രം കാണുവാണെങ്കിൽ അതെ, ബിരിയാണി പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഇതാണ്. ഇതിൽ ഏകദേശം നമ്മൾ എത്ര അരി ഇടുന്നുണ്ട്? 2 കിലോ അരിയും 3.5 കിലോ ചിക്കനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്കൾ അപ്പോൾ ഇതിന് എങ്ങനെയാണ് വെള്ളം ഉദ്ദേശിക്കുന്നത്? വെള്ളം ഉദ്ദേശിക്കുന്നത് അരിയെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, കഴുകിയിട്ട് ഫ്രിഡ്ജിൽ അതാ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാലേ പിടിക്കത്തുള്ളൂ. വേണം, അതാണ് ഞാൻ പറഞ്ഞു തരാം. നീ വെക്കൂ, ഒരു 20 മിനിറ്റ്സ് വെക്കൂ, ഉറപ്പ് 100%. പാത്രം കണ്ടില്ലേ? കണ്ടു. ഇതാണ് പാത്രം. ഇതിനകത്ത് നമ്മള് മൊത്തം 5 കിലോ അരിയും ഇറച്ചിയുമായിട്ട് പോകും. ഇതിനകത്താ ഇത് കഴിക്കുന്ന രീതി പ്രത്യേകം ഷൂട്ട് ചെയ്യണം. എന്താണ് ഇങ്ങനെ വായിലോട്ട് വെക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കാണിക്കുന്നത്? അത് പ്രത്യേക രീതിയിലായിരിക്കും. ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇത്രയും മതിയോ ഫ്രൈ? അതൊന്നുകൂടെ ആകാൻ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്നു. 1-2 അതായിട്ടില്ല. ഇത് ഇപ്പുറത്തെ ഇതൊന്നും ആയില്ല. വേവൂല അല്ലേ? അപ്പോൾ ശരിക്കൊന്നും പൊരിഞ്ഞോട്ടെ.